കേരളം ചർച്ചയാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമായി കേരള വിഷൻ ന്യൂസ് പോകുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നോർവേ പഠിക്കാൻ പോയതിന്റെ ചിലവ് 47 ലക്ഷം രൂപ. പക്ഷേ ഒരു ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല. നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഇതിന്റെ രേഖകൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. ആ രേഖകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ അശ്വതി എട്ടി ചേരുകയാണ്. അശ്വതി, വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചൊരു യാത്രയായിരുന്നു മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും നോർവ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിടാതെ 47 ലക്ഷം രൂപ പൊടിച്ചു കളഞ്ഞിരിക്കുന്നു ഈ സർക്കാർ. അങ്ങനെ വേണമെങ്കിൽ തന്നെ പറയാം. കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് ഇത്രയേറെ വലിയൊരു പാഴ്ചെലവ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് പങ്കുവെക്കൂ. എറണാകുളം പുതിയൂർ സ്വദേശിയായ എസ് ധനരാജിന്റെ അപേക്ഷയിൽ നോർവേ ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ള വിവരാവകാശ രേഖയിലാണ് ഈ വിഷയങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന സംഘത്തിന്റെ യൂറോപ്യൻ സന്ദർശനം. ഈ യൂറോപ്യൻ യാത്രയിൽ നോർവേയിൽ മാത്രം സന്ദർശിച്ചതിന്റെ ചെലവാണ് 47 ലക്ഷം രൂപ. ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ സംഘം അവിടെ സന്ദർശനം നടത്തിയത്. എന്നാൽ ഈ മേഖലകളിലെ സഹകരണത്തിനും അതുപോലെ തന്നെ പുതിയ പദ്ധതിക്കും നോർവേയുടെ സഹായ വാഗ്ദാനങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു ധാരണാപത്രവും ഈ വിഷയത്തിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഈ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2019 ശേഷം നോർവേ സന്ദർശിച്ചിട്ടുള്ള ഏക മുഖ്യമന്ത്രി, ഇന്ത്യൻ മുഖ്യമന്ത്രിയും നമ്മുടെ കേരളത്തിന്റെ പിണറായി വിജയനാണ്. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് അന്ന് നോർവീജിയൻ കമ്പനി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി അവകാശപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ വ്യവസായ മന്ത്രി പി രാജീവ്, ഫിഷറീസ് മന്ത്രി ബി അബ്ദുറഹ്മാൻ, ചീഫ് സെക്രട്ടറി VP ജോയ്, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ KR ജ്യോതിലാൽ, KS ശ്രീനിവാസ്. അശ്വതി, ഒരു നിമിഷം. ഇപ്പോൾ ക്യാപ്റ്റൻ മനോജ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മനോജ് കുമാർ, മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ ഈ യാത്രയിൽ പാഴ്ചെലവായത് 47 ലക്ഷം രൂപ. അതും കേരളം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പാഴ്ചെലവ്. എങ്ങനെ കാണാം ഈ വാർത്തയെ? തികച്ചും നിരുത്തരവാദപരമായ ഒരു നടപടിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കാരണം ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാം. ഈ 2 മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു വൻ സംഘം പോയിട്ട് ഈ സംസ്ഥാനത്തിന് വേണ്ടി എന്ത് നേടാൻ സാധിച്ചു? ഏതെങ്കിലും ഒരു MOU സൈൻ ചെയ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പഠനമോ എന്തെങ്കിലും നടന്നതായിട്ട് അറിവില്ല. അപ്പോൾ ഇത്രയും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഈ 47 ലക്ഷം രൂപ മുടക്കി ഈ പരിവാരങ്ങളെല്ലാം കൂടി അവിടെ പോയത് തികച്ചും നിരുത്തരവാദപരമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലിടയിലാണ് ഈ നോർവേ സന്ദർശനം നടത്തിയത്. ഇപ്പം ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിടാതെ കൊണ്ടാണ് ഈ സന്ദർശനം നടത്തിയത്. സന്ദർശനം നടത്തിയതായിട്ട് കേരളത്തിന് ഒരു പ്രയോജനവും വരുത്താത്ത രീതിയിലുള്ള സന്ദർശനവുമായി പോയി. ഇപ്പോൾ ശരിക്കും ഒരു പാഴ്ചെലവ് തന്നെ അല്ലായിരുന്നോ ഈ സന്ദർശനം? ഇത്ര പാഴ്ചെലവ് ഈ സമയത്ത് നമുക്കറിയാം. കഴിഞ്ഞ ഒരാഴ്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടത് നമ്മുടെ കടമെടുപ്പിന്റെ പരിധി വീണ്ടും കൂട്ടണമെന്നുള്ള ആവശ്യമായിട്ട് കണ്ടത്. ഇങ്ങനെ എല്ലാ തരത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നടകൾ, ഇത്രയും ഒരു വൻ സംഘം പോയിട്ട് എന്താണ് ഈ സ്റ്റേറ്റിന് പ്രയോജനം ഉണ്ടായെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ആവശ്യം. ജനങ്ങൾക്ക് അറിയേണ്ടത് എന്താണ് ഇതിൽ എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് പ്രയോജനം ഉണ്ടായി സംസ്ഥാനത്തിന് വേണ്ടി. അതെ, താങ്കൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഞാൻ വീണ്ടും അശ്വതിയിലേക്ക് പോവുകയാണ്. അശ്വതി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്ന ഈ സംഘത്തിന്റെ യൂറോപ്യൻ യാത്രയിൽ നോർവേ മാത്രം സന്ദർശിച്ചതിനാണ് 47 ലക്ഷം രൂപ ചെലവായതെന്നാണ് ഈ വിവരാവകാശ രേഖ പറയുന്നത്. ഈ നോർവേയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെയും ലഭിച്ചത്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇത് മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കാനായാണ് യാത്ര എന്നതായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നു. മന്ത്രി ശിവൻകുട്ടി, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ യാത്രയിൽ പങ്കെടുത്തുന്നു. ഈ മേഖലകളിലെ സഹകരണ
നിർമ്മാണത്തിനും പുതിയ പദ്ധതികൾക്കും നോർവേയുടെ സഹായ വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ധാരണാപത്രം പോലും ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്. കാരണം ഒരു ധാരണാപത്രം പോലും ഒപ്പിടാതെ 47 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്നും ചെലവഴിക്കുന്ന ഒരു സാഹചര്യം. നമുക്കറിയാം, ഈ 2019 ശേഷം നോർവേ സന്ദർശിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഇടതുപക്ഷത്തിന്റെ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത കൊട്ടിഘോഷിച്ചൊരു യാത്രയാണ് ഇത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ഒന്ന് വിലയിരുത്താൻ കഴിയുക? കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് നോർവീജിയൻ കമ്പനിയായ ഒർക്കെല ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ്സ് സിഇഒ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി അവകാശപ്പെട്ടിട്ടുണ്ട്. അത് ഈ യാത്രയിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഉറപ്പാണ്. പക്ഷെ ആ ഉറപ്പ് ഒന്നും തന്നെയും പാലിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതേപോലെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്, ഫിഷറീസ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, ചീഫ് സെക്രട്ടറിയായ വി പി ജോയ്, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ കെ ആർ ജ്യോതിലാൽ, കെ എസ് ശ്രീനിവാസൻ, സുബൻ മില്ല, മുഖ്യമന്ത്രിയുടെ PA VM സുനീഷ്, സ്പെഷ്യൽ ഓഫീസർ വേണു രാജമണി എന്നിവരുടെ സംഘം നോർവേ സന്ദർശിച്ചത്. നോർവേക്ക് പുറമെ ഇംഗ്ലണ്ട്, വെയിൽസ് തുടങ്ങിയ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിച്ചു. പക്ഷേ ഇതിനകത്ത് നോർവേയുടെ മാത്രമാണ് ഈ വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അശ്വതി, മുഖ്യമന്ത്രിക്ക് പുറമെ വ്യവസായ മന്ത്രിയും ഒപ്പം തന്നെ ഫിഷറീസ് മന്ത്രിയും ഈ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഇവർ സന്ദർശിച്ചത് മാത്രമല്ല, ഒരു ധാരണാപത്രത്തിൽ പോലും ഒപ്പിട്ടിട്ടില്ല. വെറും ചർച്ചകൾ നടത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 47 ലക്ഷം രൂപ പൊതുഖജനാവിൽ നിന്ന് നഷ്ടമായ സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അജി, 5 മുതൽ 7 വരെയുള്ള തീയതികളിലായിരുന്നു നോർവേയിൽ മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നത്. അതായത് ഫിൻലൻഡിലേക്ക് പോകാനിരുന്ന ആദ്യഘട്ട പര്യടനത്തിന്റെ ആ ഘട്ടത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി അത് റദ്ദാക്കി. അദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കെടുത്തതിന് ശേഷം, ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തതിന് ശേഷമാണ് വീണ്ടും ഔദ്യോഗിക യാത്ര പുനരാരംഭിച്ചത്. ഈ യാത്രയെ ചൊല്ലിയും വളരെയധികം പ്രശ്നങ്ങളൊക്കെ ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സൈബർ ഇടങ്ങളിൽ ഒരുപാട് ട്രോളുകളും മറ്റുമുണ്ടായിരുന്നു. ഈ ടൂർ പോകുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ സന്ദർശനത്തിൽ ആകെ മൊത്തം മുഖ്യമന്ത്രിയുടെ ഈ യൂറോപ്യൻ സന്ദർശനത്തെ സംബന്ധിച്ച് ടൂർ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും പരാമർശങ്ങളും അതുപോലെ തന്നെ പ്രതികരണങ്ങളും ഒക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. എങ്കിലും അതിന് ഫലപ്രദമായ പല കാര്യങ്ങളും കൊണ്ടുവരാനും അതുപോലെ തന്നെ കേരളത്തിലേക്ക് പുതിയ വിദേശ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. യൂറോപ്യൻ സന്ദർശനത്തിൽ മൊത്തം ഇവർ പല മന്ത്രിമാരും പല രാജ്യങ്ങളിലായിട്ട് മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ ആരോഗ്യമന്ത്രിയും ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അതായത് നഴ്സുമാരെ വിദേശത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് ചില ധാരണകൾ ഈ യൂറോപ്യൻ സന്ദർശനത്തിലുണ്ടായി, ചില പദ്ധതികൾക്കുണ്ടാകുന്നു, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ എങ്കിൽ കൂടി ഇന്ന് നോർവേയെ സംബന്ധിച്ച ഈ വിഷയത്തിലാണ് ഈ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നോർവേ എന്ന് പറയുന്നത് രാജ്യത്തിൽ നിന്ന് നമ്മൾ വളരെയധികം കാര്യങ്ങൾ, നോർവൻ കേരള മോഡൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നോർവീജിയൻ മോഡൽ എന്ന് പറയുന്നത്. അവിടെ നിന്നും അനവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ അതുമായി നമ്മൾ ഒരു പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ നോർവേയിൽ നിന്നും നമ്മൾ പഠിക്കും എന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ പദ്ധതികൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്നാണ്, ഔദ്യോഗികമായി അന്നൊന്നും നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശ രേഖ പറയുന്നത്. മറ്റ് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കുറെ കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായി ഒരു ചർച്ചകളോ അല്ലെങ്കിൽ ഒരു ധാരണാപത്രം ഒപ്പുവെക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഈ സാഹചര്യത്തിൽ തീർച്ചയായും ഇതൊരു പാഴ്ചെലവാണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റ് വിവരങ്ങളെ കുറിച്ച് ഇനി CPM-ഉം അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളുകളുമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. അജി, അതേപോലെ തന്നെ ഈ വിവരാവകാശ രേഖ ആരാണ് നൽകിയത്, അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ?
അജി ഇത് അജി ഒരു എറണാകുളം സ്വദേശിയായ എസ് ധനരാജിന്റെ അപേക്ഷയിലാണ് നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ ഈ വിവരാവകാശ മറുപടി വന്നിരിക്കുന്നത്. യാത്രാ ചെലവ് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 47 ലക്ഷം രൂപയാണ് ഈ നോർവേ സന്ദർശനത്തിന് മാത്രമായി ചിലവഴിച്ചത്. എന്നാൽ ഒരു ധാരണാപത്രം പോലും ഈ യാത്രയിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ആ വിവരാവകാശ രേഖയിൽ, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവരാവകാശ രേഖയിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. MOU സൈൻ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. പിണറായി വിജയൻ, അതുപോലെ തന്നെ പിണറായി വിജയനൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ്, ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ, പിന്നെ പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകൾ, ചീഫ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ എല്ലാവരും തന്നെ ഇതിനൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ ഇംഗ്ലണ്ടിലേക്കും വെയിൽസിലെ പോലെയുള്ള രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിരുന്നു എന്നും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എറണാകുളം സ്വദേശിയായ എസ് ധനരാജാണ് ഈ വിവരാവകാശ രേഖയിലൂടെ ഈ വിഷയം ഇപ്പോൾ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. അജി, അശ്വതി ഒരു നിമിഷം അശ്വതി തുടരുക, കാരണം ഈ വാർത്ത സധൈര്യം മുന്നോട്ട് കൊണ്ടുവന്നത് കേരള വിഷൻ ന്യൂസ് ആണ്. അശ്വതി ദയവായി തുടരുക, നമ്മൾ അതിഥികളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. അതിനു മുൻപായി തന്നെ ഒന്നും കൂടി എന്താണ് ഈ നോർവീൻ യാത്ര എന്ന് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്ന സംഘത്തിന്റെ യൂറോപ്യൻ യാത്രയിൽ, അതായത് നോർവേ യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശിക്കാനാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും അടങ്ങുന്ന സംഘം യാത്ര ചെയ്തത്. ഇതിൽ നോർവ എന്ന രാജ്യത്തിലേക്ക് മാത്രം സന്ദർശിച്ചതിന് 47 ലക്ഷം രൂപയാണ് ചെലവായതെന്നാണ് വിവരാവകാശ രേഖ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വിവരാവകാശ രേഖയാണ് കേരള വിഷൻ ന്യൂസ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണുന്നത്. നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ വിവരാവകാശ രേഖയിലാണ് ഈ റിപ്പോർട്ടുള്ളത്. അതായത് എറണാകുളം തുതിയൂർ സ്വദേശിയായ എസ് ധനരാജിന്റെ അപേക്ഷയിലാണ് എംബസി ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കാനായാണ് യാത്ര എന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഈ മേഖലകളിലെ സഹകരണത്തിനും പുതിയ പദ്ധതികൾക്കും നോർവേയുടെ സഹായ വാഗ്ദാനം ഉണ്ടായിരുന്നുവെങ്കിലും ഒരു MOA പോലും, അതായത് ഒരു ധാരണാപത്രം പോലും യാത്രയിൽ ഒപ്പിട്ടിട്ടില്ല എന്നും രേഖയിൽ വ്യക്തമാണ്. അതാണ് ഇപ്പോൾ കാണുന്നത്. പ്രേക്ഷകർ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രേഖയുടെ വിവരങ്ങളാണ്. 2019 ശേഷം നോർവേ സന്ദർശിച്ചിട്ടുള്ള ഈ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് എന്നും ഈ രേഖയിൽ പറയുന്നുണ്ട്. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന നോർവീജിയൻ കമ്പനി ഓർക്കില ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ് CEO മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പ്രേക്ഷകർ ഓർക്കുക, ഇത് ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ല. മുഖ്യമന്ത്രി, അതായത് സർക്കാർ അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിൽ 150 കോടി രൂപയുടെ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ നിക്ഷേപം നടത്തുമെന്നാണ് നോർവീജിയൻ കമ്പനിയായ ഓർക്കില ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ് CEO മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയതായി പറയുന്നത്. ഇത് രേഖകളിൽ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ശ്രീ പഴകുളം മധു, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പഴകുളം മധു, കഴിഞ്ഞ ഒക്ടോബറിലാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ നോർവേയിലേക്ക് യാത്ര നടത്തിയത്. പക്ഷേ ഈ യാത്രയിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, 47 ലക്ഷം രൂപയുടെ വലിയ ദൂർത്താണ് നടത്തിയിരിക്കുന്നത്. അതിന്റെ വിവരാവകാശ രേഖയാണ് ഇപ്പോൾ കേരള വിഷൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരായിട്ടുള്ള ഒരു സംഘം, വ്യവസായ മന്ത്രി, അതുപോലെ വി അബ്ദുറഹ്മാൻ, വൈസ് ചെയർമാൻ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വി കെ രാമചന്ദ്രൻ, VP ജോയ് ചീഫ് സെക്രട്ടറി, KR ജ്യോതിലാൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്, KS ശ്രീനിവാസ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിഷറീസ്, സുമൻ ബില്ല പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ്, വേണു രാജാമണി OND എക്സ്റ്റേണൽ കോർപ്പറേഷൻ, VM സുനീഷ് PA2 ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. ഇത്രയും ആൾക്കാരാണ് പോയത്. ഇത്രയും ആൾക്കാർ അവിടെ പോയിട്ട് വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടി പോയിട്ട് ഒരു പൈസയുടെ പോലും MOU ഒപ്പിടുന്നതിനോ വിദേശ നിക്ഷേപം കൊണ്ടുവരുന്നതിനോ കഴിഞ്ഞിട്ടില്ല. ആകെ ചിലവായ തുക താങ്കൾ പറഞ്ഞ പോലെ 47 ലക്ഷത്തോളം വരും. എക്സാക്ട്ലി 46,93,900 രൂപയാണ് അവിടെ ഈ യാത്രക്കായി മാത്രം ചെലവഴിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ വിവരാവകാശ നിയമപ്രകാരം MOU സൈൻഡ് ഇൻ ടു കണക്ഷൻ വിത്ത് ഈച്ച് വിസിറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡീറ്റെയിൽസ്.
അപ്പോ MOU how many MOUs are signed എന്ന ചോദ്യത്തിന് no MOU at official level has been signed during the visit എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ആര് കൊടുത്ത മറുപടിയാണ്? ഡോക്ടർ ബാല ഭാസ്കർ, അംബാസിഡർ ഓഫ് ഇന്ത്യ ടു നോർവേ, എംബസി ഓഫ് ഇന്ത്യ. അദ്ദേഹം കൊടുത്ത മറുപടിയാണ്. എന്തിനാണ് ഇവർ പോയത്? ആരെ കാണാൻ പോയി? എന്ത് ചർച്ച നടത്തി? ഏതെല്ലാം വ്യവസായങ്ങൾ കേരളത്തിൽ വരുന്നതിനെ കുറിച്ചാണ് ചർച്ച നടത്തിയത്? ഇതിന്റെ എല്ലാം വിവരങ്ങൾ പോലും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ തയ്യാറാകാതെ നിഗൂഢമായ യാത്രകളാണിതെല്ലാം. ഈ യാത്രകളെല്ലാം സ്വകാര്യ നിക്ഷേപത്തിനാണ് പോയിട്ടുള്ളതെങ്കിൽ ആ നിക്ഷേപം നടക്കുന്നത് ഇന്ത്യയിലോ കേരളത്തിലോ അല്ല, അത് നോർവേ പോലെയുള്ള വിദേശ രാജ്യങ്ങളിലാണ്. സത്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങളെ ഓരോരോ സമയത്ത് ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയേണ്ടതാണോ? അല്ലെങ്കിൽ അറിയുന്ന ജനങ്ങൾ വെറും വിഡ്ഢികളാണെന്നാണോ ഗവൺമെന്റിന്റെ ഭാവം? ദൂർത്ത് ഗവൺമെന്റ് നടത്തുന്നത് എത്രമാത്രം ദൂർത്ത്! ഓരോ മന്ത്രിമാരും അവരുടെ വീടുകൾ, ഒഫീഷ്യൽ റെസിഡൻസുകളിൽ, അവരുടെ വാഹനം വാങ്ങുന്ന കാര്യത്തിൽ, അവരുടെ പ്രൈവറ്റ് സ്റ്റാഫിന്റെ കാര്യത്തിൽ, ആ വാഹനത്തിന്റെ ദുരുപയോഗത്തിന്റെ കാര്യത്തിൽ, ആഡംബര വസ്തുക്കൾ വാങ്ങുന്ന കാര്യത്തിൽ ഈ സർക്കാരും ഒന്നാം പിണറായി സർക്കാരും ഈ രണ്ട് സർക്കാരും കാണിച്ചിട്ടുള്ള ദുർവ്യയം, ദൂർത്ത്, ഇത് മുടിഞ്ഞ് കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഖജനാവിനടുത്ത് യോജിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ഓരോ കാര്യത്തിലും നികുതി ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരോ നികുതികൾ. ഇപ്പൊ ഹരിതസേന എന്ന് പറഞ്ഞ എല്ലാ പഞ്ചായത്തുകളിലും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കാനായി നമ്മുടെ കുടുംബശ്രീ സഹോദരിമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഗവൺമെന്റ് ഉത്തരവാദിച്ചിരിക്കുന്നു ഓരോ വീട്ടിൽ നിന്ന് ഓരോ മാസം 50 രൂപ കൊടുക്കണം. ആദ്യമായിട്ടല്ല ഇത്തരത്തിലുള്ള ദൂർത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇങ്ങനെ വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ വാഹനങ്ങൾ, അത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ പോലും വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. അത്തരത്തിൽ വഴിവെട്ട പാഴ്ചെലവുകളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക? ഇല്ല, താങ്കൾക്കറിയാമല്ലോ, ഇപ്പൊ ഏറ്റവും അവസാനം പുറത്തു വന്ന വാഹനത്തിന്റെ ദുരുപയോഗം നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നതിനും നമ്മുടെ ടൂറിസം PWD മിനിസ്റ്ററുമായിട്ടുള്ള മുഹമ്മദ് റിയാസിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ഡ്രൈവറുടെ ആ വാഹനമാണ്. ഈ വാഹനങ്ങൾക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭാര്യമാർക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ കുടുംബക്കാർക്ക് ഊര് ചുറ്റാൻ, കടകളിൽ നിന്ന് സാധനം വാങ്ങാൻ, അമ്പലങ്ങളിൽ പോകാൻ ഇങ്ങനെ ഇത് ഉപയോഗിക്കുകയാണ്, ദുരുപയോഗം ചെയ്യുകയാണ്. ഏത് സ്റ്റേറ്റിലാണ് ഓരോ മാസവും ശമ്പളവും പെൻഷൻ കൊടുക്കാൻ വേണ്ടി 4000-3000 കോടികൾ വീതം കടം വാങ്ങുന്ന ഒരു സംസ്ഥാനത്താണ് ഈ ദൂർത്ത് നടത്തുന്നത്? അപ്പൊ ഇവർ എന്ത് ഭരണമാണ് ഇവർ നടത്തുന്നത്? ഇവർ ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവർ ഇനിയെങ്കിലും ഈ സംസ്ഥാനത്തിൽ നിർത്തുന്നത് ആദർശം, മൂലധന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയെങ്കിലും നിർത്തുന്നത്. സത്യത്തിൽ കേരളത്തിൽ മൂലധന ശക്തികൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണിപ്പോ. അവരുടെ കയ്യിലാണ് മൂലധനം മുഴുവൻ കുന്നുകൂടിയിരിക്കുന്നത്. മന്ത്രിമാരും MLA മാരും പാർട്ടി നേതാക്കന്മാരും. റഷ്യയിലും മറ്റ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിലും ഇതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഏകാധിപതികളായി സ്വത്തുവാരിക്കൂട്ടി ജനങ്ങളെ കബളിപ്പിച്ച് അവസാനം അവിടുത്തെ ജനങ്ങൾ സംഘടിച്ച് ഭരണകൂടങ്ങളെ തകർത്തെറിഞ്ഞ് ഭരണകർത്താക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രാജാക്കന്മാരെ രാജ്യത്തു നിന്നും പലായനം ചെയ്യാൻ പ്രേരിപ്പിച്ച് നടന്ന സിവിൽ വാർ പോലെ ഒരു സിവിൽ വാറാണോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത്? ബംഗാളിൽ ഇതേ നയമാണ് അവർക്ക് തിരിച്ചടി ഉണ്ടായത്. ത്രിപുരയിൽ ഇവർ പുറത്തു പോകാൻ കാരണം അതാണ്. ഇന്ത്യയിൽ ഈ കേരളം എന്ന ഒരു തുരുത്തിൽ മാത്രമേ ഇപ്പോൾ ചെങ്കൊടി ഉയരുന്നതിന്റെ കാരണവും ഇവരുടെ ഈ പ്രവർത്തന ശൈലിയാണ്. ഈ ശൈലി അവർ ഉപേക്ഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ഇവരെ ആരാണ് നിയന്ത്രിക്കുന്നത്? സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ സംഘടിച്ചതിനെ എതിർക്കണം. പ്രതിപക്ഷത്തിന് സമരം ചെയ്ത സത്യത്തിൽ ഇപ്പോ ഓരോ ദിവസവും 1, 2, 3 കേസുകൾ ഉയർന്നു വരികയാണ്. ഏത് വിഷയത്തിനും സമരം ചെയ്യും, ഏത് വിഷയത്തിനും പ്രക്ഷോഭം നയിക്കും. എല്ലാ ദിവസവും അഴിമതി, എല്ലാ ദിവസവും ദൂർത്ത്, എല്ലാ ദിവസവും രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഇങ്ങനെ അല്ലെങ്കിൽ സ്ത്രീ പീഡനങ്ങൾ. നമ്മുടെ ആഹാര സാധനം പോലും കഴിക്കാൻ പറ്റുന്നില്ല, ഹോട്ടലിൽ കഴിയുന്നില്ല, ആർക്കും ഉറപ്പില്ല, ആർക്കും ഒരു അഷ്വറൻസ് കൊടുക്കാൻ കഴിയുന്നില്ല. നോ സെക്യൂരിറ്റി ടു ഹ്യൂമൻ ലൈഫ്. അതാണ് കേരളത്തിന്റെ അവസ്ഥ. തൃശ്ശൂർ അതിരൂപത പറഞ്ഞ പോലെ ദേശത്തിന് സമാധാനമോ മനുഷ്യർക്ക് സമാധാനം ഇല്ലാത്ത ഒരു രാജ്യമായി, ഒരു സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുന്നു. അതൊന്നും നമ്മുടെ മുഖ്യമന്ത്രി അലട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ ആഡംബരം വാങ്ങിക്കൂട്ടാൻ ഇതൊന്നും തടസ്സമേ അല്ല. ഇപ്പൊ എത്ര വിദേശയാത്ര മുഖ്യമന്ത്രി നടത്തി? നോർവേയിലെ ഏറ്റവും അവസാനത്തേതാണ്. നോർവേയിലെ ഏറ്റവും അവസാനത്തെ യാത്രയാണ്. ആ യാത്രയുടെ മാത്രം കണക്കാണ് 47 lakhs. ചെറിയ പണമാണോ ഇത്? എത്ര പാവങ്ങൾക്ക് വീട് ചേർന്നുണ്ട്? ചോദിക്കും, മുഖ്യമന്ത്രി വിദേശത്ത് പോകട്ടെ, പോയിക്കോട്ടെ, ആരും എതിർക്കുന്നില്ലല്ലോ. പക്ഷേ ഉദ്ദേശം സാധിക്കണം. ഇവർ നിക്ഷേപം സ്വീകരിക്കാൻ വേണ്ടി നോർവേയിൽ പോയിട്ട്
രൂപയുടെ പോലും നിക്ഷേപം ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒഫീഷ്യലായി ഒരു അഗ്രിമെന്റും MOU സൈൻ ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ അംബാസഡർ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവർ ഊഴിച്ചിട്ടാൻ പോയിന്നല്ലേ? അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരുടെയും മക്കളുടെയും ഒക്കെ വ്യവസായം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയല്ലേ പോയിട്ടുള്ളത്? ഇതിന്റെ അറിയാക്കഥകൾ പുറത്തു വരും. അങ്ങനെയാണ് ഇവരുടെ ഓരോരോ അന്തപ്പുര രഹസ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഓരോ രഹസ്യം പുറത്തു വരുമ്പോഴും ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിന്റെ മന്ത്രിമാർക്കും യാതൊരു ലജ്ജയുമില്ലാതെ അതിനെല്ലാം ന്യായീകരിക്കാനും അതെല്ലാം അസത്യമാണെന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇത്തരം അഴിമതി കഥകൾ ഉയർന്നു വരുമ്പോൾ അന്വേഷിക്കാൻ സർക്കാരിന്റെ ഏജൻസിയായ പോലീസ് മാത്രമേ ഉള്ളൂ. അവരെ എല്ലാം ഇവർ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. ഭരണഘടനാ ലംഘനം നഗ്നമായി നടത്തിയൊരു മന്ത്രിയുടെ പ്രസംഗം പോലും ഭരണഘടന ലംഘിച്ചല്ലെന്ന് റിപ്പോർട്ട് കൊടുക്കാൻ തക്കവണ്ണം ഈ മന്ത്രിമാരുടെ അടിമകളായി പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു. എന്നാൽ കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാലോ? കേന്ദ്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ BJP ഇവർ തമ്മിൽ അതീവ രഹസ്യ ധാരണയാണ്. കേരള ഗവർണർ ഈ അടുത്ത സമയത്തായി ഈ നമ്മുടെ ഒരു ഉപദേശം ചോദിച്ചു സജി ചെറിയാനെ മന്ത്രിയാക്കുന്നതിനെ സംബന്ധിച്ച്. സത്യത്തിൽ അറ്റോർണി ജനറൽ R. വെങ്കിട്ടരമണ BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സുപ്രീം കോടതിയുടെ അഭിഭാഷകനാണ്. അദ്ദേഹത്തോട് നിയമോപദേശം ചോദിച്ചപ്പോൾ കേരള ഗവർണർ കരുതിയത് അദ്ദേഹം ഒരു നല്ല ഉപദേശം കൊടുക്കുമെന്നാണ്. പക്ഷേ 2 ദിവസം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി സന്ദർശിച്ച് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തി കൃഷ്ണന്റെ വിഗ്രഹം കൊടുത്ത് തിരിച്ചു വന്നപ്പോ ഈ ഉപദേശം ഗവർണറെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കാൻ ഒരു കുഴപ്പവും ഇല്ല എന്ന ഉപദേശമാണ് അവർ കൊടുത്തത്. അപ്പൊ ഇവരും BJPയും തമ്മിലുള്ള അച്ചുകൊണ്ട് ഭയങ്കരമാണ്. സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ? എന്നിട്ട് ഈ നരേന്ദ്രമോദിയും അമിത്ഷായുമായി ചങ്ങാത്തം കൂടി എഗ്രിമെന്റ് ഉണ്ടാക്കി രാഷ്ട്രീയ അന്തർനാടകം കളിക്കുന്ന ഇവർ കേരളത്തിൽ തിരിച്ചു വന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, വിഡ്ഢികളാക്കുകയാണ്. ജനങ്ങളോട് പറയുകയാണ് ഞങ്ങളാണ് RSSനും സംഘപരിവാറിനും എതിരെ. നാണം കെട്ടവന്മാർക്ക് ഇനിയും ഇത് പറയാൻ ഒരു ലജ്ജയില്ലേ? സത്യത്തിൽ എവരൊക്കെ എന്ത് മനുഷ്യരവര് ഇങ്ങനെ ഗതികേട് ഇങ്ങനെ വൃത്തികേട് ഓരോ ദിവസവും കാണിക്കുകയും ജനങ്ങളാകെ വെറുക്കുകയും ചെയ്തിട്ട് ഈ ഭരണകൂടത്തിന്റെ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഞെളിഞ്ഞ് ഭരിക്കാൻ ഇവന്മാർക്കൊന്നും നാണമില്ലേ? ജനങ്ങൾ ചാണക വെള്ളം ചൂടിൽ മുക്കി അടിച്ചോടിച്ചാൽ മാത്രമേ അവരൊക്കെ പോകൂ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സത്യത്തിൽ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണർന്നെണീക്കണം. അല്ലെങ്കിൽ കേരളം ശ്രീലങ്ക പോലെ ആകിപ്പോവും. കടക്കണിയിൽ മുങ്ങി കേരളത്തിന് ഒരു രക്ഷയില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അവർ ജനിച്ചു പോകണം. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പിണറായി വിജയൻ അധികാരം വിട്ട് ഒഴിഞ്ഞു പോകണം. ഈ 100 MLA-മാരുടെ പിൻബലം ഉണ്ടെന്ന് കരുതി എന്തനാവശ്യം കാണിക്കാവുന്ന അവസ്ഥയാണ്. എന്തും കാണിക്കാം. ആർക്കും ചോദിക്കാനില്ല. ആര് ചോദിച്ചാലും ഉത്തരമില്ല. ആരും നിയന്ത്രിക്കാനില്ല. ഈ ദുരവസ്ഥ കേരള സംസ്ഥാനത്തിന് മാറണമെങ്കിൽ ഈ ഗവൺമെന്റ് പുറത്തു പോയേ മതിയാവുകയുള്ളൂ. ഇപ്പോ കണ്ടില്ലേ, എല്ലാ വീടും കയറി ഇറങ്ങി ഇവർ പറയുകയാണ് ജനങ്ങൾക്ക് എന്തുണ്ട് ഞങ്ങളുടെ പരാതി പറയാൻ ഞങ്ങൾ എല്ലാം തീർത്തു തരാം. ജനങ്ങൾക്ക് പരാതിയേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ ശബരിമല പ്രശ്നം ഉണ്ടായപ്പോൾ വീടുകളിൽ കയറി ഈ ഇതുണ്ടാക്കിയതുപോലെ തന്നെ ഇപ്പോ അവർ എല്ലാ വീടുകളിലും കയറി നേതാക്കന്മാർ ചോദിക്കുകയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർക്കാരിന്, ഞങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടോ, നിങ്ങൾക്ക് ഉപദേശമുണ്ടോ? ഇങ്ങനെ കയറി ഉപദേശം ചോദിച്ചാലൊന്നും ഈ സർക്കാരിന്റെ അവമതിപ്പ് മാറില്ല. ഇവരോടുള്ള ജനങ്ങളുടെ വെറുപ്പ് മാറില്ല. ജനങ്ങളാകെ മടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും മടുത്തിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. ശ്രീ പഴകുളം, അത് വളരെയധികം നന്ദിയുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടായോണ്ടാണ് ഞാൻ ഇടപെടുന്നത്. വളരെയധികം നന്ദിയുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം തുടങ്ങിയ വിവിധ മേഖലകളിലെ നോർവേ മാതൃക പഠിക്കാനായാണ് യാത്ര എന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. ഈ യാത്രയ്ക്ക് വേണ്ടി പാഴ്ചെലവായത് 47 ലക്ഷം രൂപ. ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന അശ്വതി മോൾ വീണ്ടും ചേരുകയാണ്. അശ്വതി, ആദ്യം തന്നെ അശ്വതിക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. കാരണം മറ്റുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത മൂടിവെക്കാൻ ശ്രമിച്ചപ്പോൾ പോലും അശ്വതി സധൈര്യം ഈ വാർത്തയുമായി മുന്നോട്ട് വന്നതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ശ്രീ പഴകുളം മധു സൂചിപ്പിച്ചത് അശ്വതി കേട്ടിട്ടുണ്ടല്ലോ. കാരണം പാഴ്ചെലവുകളുടെ ഒരു തീർത്ഥയാത്ര തന്നെയായിരുന്നു സർക്കാരിൻ്റെ പല യാത്രകളും, വിദേശ യാത്രകളും അങ്ങനെ തന്നെയായിരുന്നു. ഈ നോർവേ സന്ദർശനത്തിലൂടെ ഒരു ധാരണാപത്രത്തിലും പോലും ഒപ്പുവെക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു തികച്ചും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. മാത്രമല്ല, ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടിക്ക് പുറത്ത് നിക്ഷേപം നടത്താൻ ഒരു കമ്പനിയുമായി സംസാരിച്ചു എന്ന് പറയുന്നു. പക്ഷെ അവരുടെ ഉറപ്പ് പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അശ്വതി, എങ്ങനെയാണ് മറ്റു തലത്തിൽ ഈ വാർത്തയൊന്ന് വിശദീകരിക്കാൻ കഴിയുക? അജയ്, ഈ നോർവേ സന്ദർശനത്തിൽ പ്രധാനമായും മാരിടൈം മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കും. ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് ഈ സന്ദർശനത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അക്കാര്യത്തിലൊന്നും വലിയ
തീരുമാനങ്ങളൊന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. അതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. യൂറോപ്യൻ സന്ദർശനം എന്ന് പറയുന്നത് തന്നെ കേരളത്തിന്റെ നിക്ഷേപ സാധ്യതകളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഇവന്റ് ആയിട്ടായിരുന്നു. അതായത് നിക്ഷേപ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ഒരു വിദേശ യാത്ര, യൂറോപ്യൻ യാത്ര സംഘടിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മോഡൽ പലതും കേരളത്തിലേക്ക് കൊണ്ടുവരിക, അത് വിദ്യാഭ്യാസ രംഗത്തായാലും മാരിടൈം മേഖലകളിലായാലും അതിൽ സഹകരണം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ, പ്രധാനമായും നഴ്സുമാരടക്കമുള്ള ആളുകളുടെ റിക്രൂട്ട്മെന്റുകൾ. കാരണം യൂറോപ്യൻ മേഖലകളിലും അമേരിക്കൻ മേഖലകളിലും ഒക്കെ തന്നെ കേരള നഴ്സുമാർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. അതായത് കേരളത്തിൽ നിന്ന് വളരെ മിടുക്കരായിട്ടുള്ള നഴ്സുമാരാണ് പുറത്തേക്ക് പോകുന്നത്. അത് പല ഘട്ടത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പാൻഡമിക് ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ പല രാജ്യങ്ങളും കേരളത്തിലെ നഴ്സുമാരെ അഭിനന്ദിച്ച് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ റിക്രൂട്ട്മെന്റ്, അവർക്ക് കൂടുതൽ പ്ലേസ്മെന്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രധാനമായും ഈ യൂറോപ്യൻ സന്ദർശനത്തിന്റെ ആകെ മൊത്തത്തിലുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നോർവേ എന്ന രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നിരവധി ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നോർവേയുമായിട്ടുള്ള കേരളത്തിന്റെ ബന്ധം ഉറപ്പിക്കേണ്ടതും അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേരളത്തിൽ അഡാപ്റ്റ് ചെയ്യേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് സർക്കാരിന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും സാധിച്ചിട്ടില്ല എന്നാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ യൂറോപ്യൻ സന്ദർശന വേളയിൽ തന്നെ സർക്കാരിനെതിരെ ഉയർന്ന പല ആരോപണങ്ങളും, അതായത് ഇത് സ്വകാര്യ സന്ദർശനങ്ങളാണ് പലതും, അതുപോലെ തന്നെ മന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ സ്വകാര്യ ആവശ്യത്തിനുള്ള സന്ദർശനം. സമയപരിധി ഉണ്ടായതുകൊണ്ട് അശ്വതിയിലേക്ക് ഇടപെടുകയാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരും നോർവേ പഠിക്കാൻ പോയതിന് ചിലവായത് 47 ലക്ഷം രൂപ. പക്ഷേ ഒരു ധാരണാപത്രത്തിൽ പോലും യാത്രയിൽ ഒപ്പിട്ടില്ല. നോർവേയിലെ ഇന്ത്യൻ എംബസി നൽകിയ വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത്. ഈ വാർത്തയാണ് ഈ മണിക്കൂറിൽ കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകർക്കായി ഞങ്ങൾ ഈ വിവരാവകാശ രേഖയുടെ റിപ്പോർട്ടാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ ഞങ്ങളുടെ റിപ്പോർട്ടർ അശ്വതി ഏട്ടിയാണ് ഈ വാർത്ത പ്രേക്ഷകരേക്ക് പങ്കുവച്ചത്. അശ്വതി ഏട്ടിയുടെ റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ കേരളം ചർച്ച ചെയ്തത്.